വിടാമുയർച്ചി. എന്തുവാണ് ഇത്? എന്തുവാണ്? കേക്ക് ഫുള്ള്, കാര്യങ്ങൾ ഫുള്ള് ഉണ്ട്. കേട്ടിട്ട് പറയട്ടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? 2-3 പടങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായില്ലേ? പക്ഷേ അജിത്തേട്ടന്റെ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോ തിയേറ്ററിൽ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയുന്നതല്ല എന്റെ ശരി. അപ്പോ വിടാമുയർച്ചി എങ്ങനെയാണെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിടാമുയർച്ചി സത്യത്തില് ഒരു ഹോളിവുഡ് മൂവിയുടെ ഇൻസ്പിറേഷൻ ആണ്. 1997 ഇറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ഈ പടത്തിന്റെ ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എന്താ പറയാ, ഒരു മാൻ, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു മാൻ അദ്ദേഹത്തിന്റെ വൈഫിനെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ പടത്തിന്റെ ഒരു പ്ലോട്ട്. ഒരു വൺ ലൈൻ ആയിട്ട് നമ്മൾ അതിന്റെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ സംഭവം. അപ്പോൾ 1997 ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ബ്രേക്ക് ഡൗൺ പോലെയുള്ള മൂവീസ് ഒന്നും കാണാത്ത ആൾക്കാർ അധികം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്നാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നോർമലി ഈ സിനിമ ചെയ്തിരിക്കുന്നത് മികേഷ് തിരുമേനി എന്ന് പറയുന്ന ആളാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അജിത്ത്, തൃഷ. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ സർജ, പിന്നെ റെജീന സസാൻദ്ര, പിന്നെ ആരവ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് അസബ്ജ് ബായ്ജാനീസ് ഒക്കെ പടത്തിനകത്ത്. അപ്പോ ഈ റെസ്ക്യൂ മിഷൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. പടം ഒരു എന്താ പറയാ, നമ്മളെ ബോറൊന്നും എടുക്കില്ല. ഒരു സ്ലോ പേസിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു പടമാണ്. അജിത്തിന്റെ സിനിമകളെ പോലെ നമുക്ക് ഒരു നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പടങ്ങളൊക്കെ. എനിക്ക് അങ്ങനെ വലിയ ബോറടി ഒന്നും തോന്നുന്നു. 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ മൂവിയിലേക്ക് ഇന്നായി. പിന്നെ പാട്ടുകളും കുറച്ച് സന്ദർഭങ്ങളും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, പക്ഷെ പാട്ട് എനിക്ക് അത്രയ്ക്ക് ഇതായില്ല. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും ഒരു നല്ല മൂവിയാണ്. 1 ടൈം തിയേറ്ററിക്കൽ വാച്ച് ഉള്ള പടമാണ് എന്തായാലും. പിന്നെ അജിത്തിന്റെ പടമാണ്. അജിത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് ഇന്നലെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അജിത്തിന്റെ പടങ്ങൾ വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ന്യൂസ് കേൾക്കുമ്പോഴായിരിക്കും ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നത് തന്നെ. FN റേസിന്റെ ന്യൂസ് വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ ഓർത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പടങ്ങള് നമ്മൾ 1-2 വർഷം കൂടുമ്പോൾ ഒരു പടം വരുന്നു, ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കുന്നു. ചിലപ്പോ ഹൈപ്പ് ഉണ്ടാക്കിയതിന്റെ പ്രതീക്ഷകളുടെ അത്രയ്ക്ക് ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഗിവിങ് സംതിങ് ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഗുഡ് ഫോർ ദ എന്റർടൈനേഴ്സ്, അല്ലെങ്കിൽ മൂവി പ്രേക്ഷകർക്ക് നല്ല തരാറുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി അജിത്ത് ഇനിയും വരട്ടെ. 1 വർഷത്തിനോ 1.5 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് അടുത്തൊരു നല്ലൊരു പടം വരട്ടെ. ഈ പടം ഭയങ്കര സക്സസ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അത് കൂടാതെ ഈ പടത്തില് എന്നെ അട്രാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഈ പടത്തില് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ആ ക്യാരക്ടറിന് ഒരു സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല, അത്ര സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവമല്ല. സോ ആ ഒരു ക്യാരക്ടറിന് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. ആ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിയും തോട്ട് പ്രോസസ്സിനെയും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് മറ്റൊരാളെ പറയുക, അല്ലെങ്കിൽ അയാളെ തന്നെ ഭയങ്കര കുറ്റക്കാരനാക്കിയിട്ട് എന്താ പറയാ, ഡിപ്രഷനിലേക്ക് വരുത്തി അദ്ദേഹത്തിനെ തോന്നി സൂയിസൈഡ് ചെയ്യാൻ വെക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര, ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ സിനിമയില് ഞാൻ നോക്കി കാണുമ്പോൾ, കാരണം നമ്മളിപ്പോ വലിയ ടെക്നിക്കലി നോളജ് ഉള്ള ആളൊന്നും അല്ല, എന്നാലും പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയോ, ചില പ്ലോട്ടുകൾ അല്ലെങ്കിൽ ചില കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയായിരുന്നെങ്കിൽ ഇതിന്റെ സസ്പെൻസ് എലമെന്റ്, ആ ഒരു ക്രുവാലിറ്റി സംഭവം ഉണ്ടല്ലോ, ക്രുവാലിറ്റി സംഭവം ഒരു സസ്പെൻസ് എലമെന്റ്, ഒരു ഇമോഷണൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളങ്ങനെ കെട്ടിവലിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ പടത്തിൽ ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ മെയിൻ വില്ലന്മാര്, അല്ലെങ്കിൽ അതിന്റെ 2 പേര് എന്താ പറയാ, മെന്റൽ അസൈലം ഉള്ളവരാണ്. ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള, മെന്റൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്.
അപ്പൊ അവര് കുറച്ച് പരിപാടികളാണ് ഈ മാനിപ്പുലേഷൻസ് സംഭവം. ഈ മാനിപ്പുലേഷൻസ് സംഭവം അത് കൂടുതൽ നമുക്ക് ഓൾറെഡി പ്രേക്ഷകനെ അറിയാം അത് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അത് എന്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മാനിപ്പുലേഷൻ ആയിട്ട് മറ്റുള്ളവർ എന്ത് കാണിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി. പക്ഷെ എന്നെ ആ ക്യൂരിയോസിറ്റിനേക്കാളും കൂടുതൽ എന്നെ കുറച്ച് സമയത്തേക്ക് പിടിച്ചു വലിച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ തോട്ടാണ് ഈ മൂവി എങ്ങോട്ടാണ് പോകുന്നത്, ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള തോട്ട് പ്രോസസ്സ് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു സീൻ കഴിയുമ്പോൾ അത് അതിന്റെ ഒരു ലെവൽ ഡൗൺ ആവും. ദെൻ എന്താ പറയാ, കൂടുതൽ ആക്ഷൻ സീക്വൻസിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും പടം കടക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ട്സ് അതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നുള്ള കാര്യത്തിന്റെ ലെവൽ ഓഫ് ഇൻഫ്ലുവൻസ് താന്നു പോയിട്ടുണ്ട്. ലെവൽ ഓഫ് ഇൻഫ്ലുവൻസ് ശരിക്കും താന്നു പോയിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ഹൈപ്പിൽ വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പടത്തിന് ഭയങ്കരമായിട്ട് ഇത് ഒന്നും കൂടി ഇപ്പോ എല്ലായിടത്തുനിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വരുന്നത്. പക്ഷെ ഇത് ഒന്നും കൂടി വേറെ ലെവലിലേക്ക് പോകുമായിരുന്നു എന്നൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഈ പടം കണ്ടിട്ട്? എനിക്ക് ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ, നോർമൽ ഗുഡ് ആണ്. ഓക്കെ, സോ അപ്പൊ എന്റെ അഭിപ്രായമാണ്, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞാൻ ആ കമന്റിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അപ്പോ ബൈ ബൈ.